Welcome to Plus 2 Physics Basic Concepts Part 2. നമ്മൾ ഈ ഫ്ലക്സ് ലൈൻസ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്ലക്സ് ഇതൊക്കെ അത്യാവശ്യം വീണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞ പോസ്റ്റിങ്. ഇന്നിപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ഒരു കുളമ്പ് ചാർജയിൽ ഒരു ഫീൽഡിൽ നിന്നും കിട്ടുന്ന ഫോഴ്സാണ് ഇൻറ്റൻസിറ്റി. അതുകൊണ്ട് തന്നെ E=F/Q, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളമ്പ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷനുണ്ട്. പോസിറ്റീവ് ചാർജിൽ നിന്ന് എവേ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവേർഡ്സ് ദി നെഗറ്റീവ് ചാർജ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക്. അതുകൊണ്ട് തന്നെ വർക്ക് ഓൺ 1 കുളമ്പ് ഓഫ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ പൊട്ടൻഷ്യൽ V=W/Q. അവിടെ ജൂൾ പെർ കുളമ്പ് യൂണിറ്റ്, അതാണ് നമ്മൾ വോൾട്ട് എന്ന് പറയുന്നത്. അത് സ്കെയിലറാണ്. ഇനി പൊട്ടൻഷ്യലും ഇൻറ്റൻസിറ്റിയും കൂടെയുള്ള റിലേഷൻ ഒറ്റ വാക്കി പറയാം. ഇൻറ്റൻസിറ്റി ഈസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ അല്ലെ ഡിസ്റ്റൻസ്. കാൽക്കുലസ് ഉപയോഗിച്ച് പറഞ്ഞാൽ dV/dx. വി സ്കെയിലർ ആണെങ്കിലും dV/dx വെക്റ്ററാണ്. കാരണം അവിടെ dV/dx എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം വാല്യൂ ഓഫ് dV/dx. മാക്സിമം എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകുമ്പോഴാണ് മാക്സിമം റേറ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഡയറക്ഷൻ വന്നു. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ദി നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഓർ E=-dV/dr, where r is a distance. അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, ഇതിപ്പോൾ ജനറലായിട്ടുള്ള ഫോർമുലയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ E=potential difference between 2 points by distance between the 2 points എന്ന് പറയാം, വിത്ത് മൈനസ് സൈൻ. ഓഫ് കോഴ്സ് ദർ ഈസ് എ മൈനസ് സൈൻ. നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ മൈനസ് ചിലപ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ dV/dr, dV എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പോയിൻറ്റ്സ്. അല്ലെ V/d എന്ന് എടുക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി വി, രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള അകലം, ദൂരം. ഇ എന്ന് പറഞ്ഞാൽ ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് തന്നെ, മാറ്റമില്ല, സ്ട്രെങ്തിനും മാറ്റമില്ല. അങ്ങനെയുള്ളതിനെ യൂണിഫോം ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഫീൽഡ് യൂണിഫോം അല്ല. ചാർജിൽ നിന്ന് അകന്നു പോകുന്തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പിന്നെ സ്പ്രെഡ് ചെയ്ത് ലൈൻസ് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി കുറയുന്നു. ചുറ്റുപാടും പല ഡയറക്ഷൻ. വലതുവശത്തുള്ള ഡയറക്ഷൻ വലത്തോട്ടാണ്, ഇടതുവശത്തുള്ള ഡയറക്ഷൻ ലെഫ്റ്റിലോട്ട് പോകും. അപ്പോൾ അത് യൂണിഫോം അല്ല. നേരെ മറിച്ച് രണ്ട് പാരലൽ പ്ലേറ്റ്സ്, ഒന്നിൽ പോസിറ്റീവ് ചാർജും മറ്റേത് ഈക്വൽ നെഗറ്റീവ് ചാർജും കൊടുത്താൽ ഇതിനിടയ്ക്കുണ്ടാവുന്ന സ്പേസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതെല്ലാം ഞാൻ പല പോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഏതൊരു സർഫസിലാണോ ഏത് പോയിൻ്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യലിന് ഒരേ വാല്യൂ വരിക, അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതിപ്പോൾ ഒരു പോയിൻ്റ് ചാർജാണെന്ന് ഇരിക്കട്ടെ, Q. എങ്കിൽ അതിന് ചുറ്റും വരച്ചിരിക്കുന്ന ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആയത് ഇത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആവില്ല ഇതിൻ്റെ. കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ നിന്ന് 6 അകലത്തിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/r. അപ്പോൾ അതേ വാല്യൂ വരണമെങ്കിൽ ഇവിടെ നിന്ന് 6 അകലത്തിൽ എങ്ങോട്ടെടുത്താലും ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ആവാം.
R കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടുതൽ വരുന്ന സ്ഫിയേഴ്സ് വരച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കിട്ടും. ഇതുപോലെ തന്നെ ചാർജ് ചെയ്ത ഒരു സ്ഫിയറിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇമാജിനറി സ്ഫെറിക്കൽ സർഫസസാണ്. അപ്പോൾ പക്ഷേ ദൂരോട്ട് പോകും തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള അകലവും അവിടെ പ്രശ്നമാണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എവരി പോയിൻ്റ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഹാസ് ദി സെയിം വാല്യൂ എവരിവെയർ ഓൺ ദി സർഫസ്. രണ്ടാമത്തെ പോയിൻ്റ്, ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് cannot intersect or cross each other. ലൈൻസ് ഓഫ് ഫോഴ്സിന് ആ പ്രോപ്പർട്ടി നമ്മൾ പറയും. മൂന്നാമത്തെ പോയിൻ്റ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. അങ്ങനെ ഇപ്പോൾ ഈ പോയിൻ്റ് ചാർജ് എടുത്താൽ പോയിൻ്റ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഇതിൽ നിന്ന് ഈ ഭാഗത്താണ് ഇങ്ങോട്ട് വരയ്ക്കുന്ന ലൈന്, ഈ ഡയറക്ഷൻ. അപ്പോൾ ഇത് സ്ഫെറിക്കലാണ് ഇതിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ആ സ്ഫിയറിൻ്റെ റേഡിയസിൽ കൂടെ ഇൻറ്റൻസിറ്റി വരത്തുള്ളൂ. റേഡിയസും സ്ഫിയറും എപ്പോഴും പെർപെൻഡിക്കുലർ ആകുന്നില്ല പോയിൻറ്റും. ആ സിമ്പിൾ എക്സാമ്പിളിൽ നിന്ന് തലേ നിൽക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അടുത്ത പോയിൻ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two equipotential surfaces is a measure of strength of electric field. Strong field means equipotential surfaces are close together. Weak field means equipotential surfaces are more separated. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രിക് സ്ഫിയേഴ്സാണ്. ഇതിന് ചുറ്റും പല റേഡിയസിൽ പല സ്ഫിയറുകൾ വരയ്ക്കാം. ഇതിപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിരിക്കുന്ന ഒരു സ്ഫിയറാണ്, അത് ഇതിൻ്റെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. അത് കഴിഞ്ഞ് അത് ഇത്രയും ദൂരത്തിലുള്ള ഇൻറ്റൻസിറ്റി പൊട്ടൻഷ്യൽ എത്രയാണ് അതിനനുസരിച്ച് ആ പൊട്ടൻഷ്യൽ ഈ സർഫസിലല്ല. മറ്റൊരു ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് റേഡിയസ് വരുന്ന ഒരു സ്ഫിയർ വരച്ചാൽ അത് മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസാണ്. പക്ഷേ ദൂരോട്ട് പോകുന്നതോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരിക. അപ്പോൾ അത് കാണിക്കാനായിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് അകന്നകന്ന് വരണം പരസ്പരം. അപ്പോൾ അടുത്ത പോയിൻ്റ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഈസ് എ മെഷർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻ ദാറ്റ് റീജിയൻ. ക്ലോസ്നെസ് ഓർ എ സ്ട്രോങ് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ closely packed equipotential surfaces, and weak field is represented by separated, sparsely or loosely packed equipotential surfaces. അത് നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് ഞാനത് ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഇനിയും ഈ അപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ. ഇതിപ്പോൾ V1 പൊട്ടൻഷ്യലുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഭാഗം, ഇത് V2 പൊട്ടൻഷ്യലുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഭാഗമാണ്. എങ്കിൽ ഈ രണ്ട് സർഫസും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ V ഈക്വൽസ് V2 മൈനസ് V1. ഇത് തമ്മിലുള്ള അകലം ഡെൽറ്റ R. എങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ E ഈക്വൽസ് ഡെൽറ്റ V ബൈ ഡെൽറ്റ R. So that delta R equals, ഓക്കെ, ഡെൽറ്റ R കുറയുമ്പം, അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് അടുത്തെന്ന് പറയുമ്പോൾ ഡെൽറ്റ R കുറവാണ്. ഡെൽറ്റ R കുറവാണ് ഈ കൂടുതലാണ്. അതിൽ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് അടുത്ത് വരയ്ക്കണം. ഡെൽറ്റ R കൂടുതലാണെങ്കിൽ ഈ കുറഞ്ഞിരിക്കും. അപ്പോൾ വീക്ക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് അകത്തി വരയ്ക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള അകലം എന്നൊക്കെ പറയുന്നതിന് സ്കെയിലുകളുണ്ട്. നമ്മൾ ഒരു ഒളമ്പ് ചാർജിൽ നിന്നും 1/ε0 ലൈൻസ് ഇറങ്ങി പോകുന്നു എന്നൊക്കെയുള്ള സ്കെയിൽ എടുത്തല്ല, അതുപോലെ ഇവിടെ സ്കെയിലുണ്ട്.
ഇൻറ്റൻസിറ്റി 1 ന്യൂട്ടൺ പെർ കുളമ്പ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മീറ്റർ ഏരിയക്കൂടെ ഒരു ലൈൻ കടന്നു പോകുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതുപോലുള്ള സങ്കല്പം വെച്ചാൽ ഇവിടെ ഇക്വിപോട്ടൻറ്റ് സർഫസസിൻ്റെ അകലം നമ്മൾ നിശ്ചയിക്കുന്നത് ചുമ്മാ കുരുകുരാന്ന് വരയ്ക്കുന്നതല്ല, ഇതെല്ലാം കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇക്വിപോട്ടൻഷ്യൽ സർഫസസ് സ്ട്രോങ് ഫീൽഡാണ് ഡെൽറ്റ ആർ കുറഞ്ഞിരിക്കും, വീക്ക് ഫീൽഡാണെങ്കിൽ ഡെൽറ്റ ആർ കൂടിയിരിക്കും. അതാണ് പറഞ്ഞത്. സ്ട്രോങ് ഫീൽഡ് ഈസ് in a strong field, equipotential surfaces are closely packed or close together. In a weak field, equipotential surfaces are more separated in space. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇക്വിപോട്ടൻഷ്യൽ സർഫസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താ എഴുതേണ്ടത്? കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസസ് ഓഫ് ഇൻക്രീസിങ് സെപ്പറേഷൻ. അടുത്തടുത്തുള്ള ഇക്വിപോട്ടൻഷ്യൽ സ്ഫിയേഴ്സിൻ്റെ അകലം കൂടത്തക്കവണ്ണം കൂടുന്ന രീതിയിൽ വരയ്ക്കുന്ന കോൺസെൻട്രിക് സ്ഫിയേഴ്സാണ് ഒരു പോയിൻ്റ് ചാർജിൻ്റെ ഇക്വിപോട്ടൻഷ്യൽ സർഫസസ്. അതുപോലെ തന്നെ ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ ഇക്വിപോട്ടൻഷ്യൽ സർഫസസും ഇതുപോലുള്ള നേച്ചറാണ്, കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഓഫ് ഇൻക്രീസിങ് സെപ്പറേഷൻ. നേരെ മറിച്ചൊരു പാരലൽ പ്ലേറ്റ്, രണ്ട് പെയർ ഓഫ് പാരലൽ പ്ലേറ്റ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് കൊടുത്തിരിക്കുന്ന പെയർ ഓഫ് പാരലൽ പ്ലേറ്റ്സിന് ഇടയ്ക്ക് ഇക്വിപോട്ടൻഷ്യൽ സർഫസ് വരച്ചാൽ ഈക്വലി സെപ്പറേറ്റഡ് പ്ലെയിൻ സർഫസസ് പാരലൽ ടു ദി പ്ലേറ്റ്സ്. കാരണം അവിടെ ഈ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള അകലം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മാത്രമല്ല പ്ലേറ്റിന്, ഈ രണ്ട് പ്ലേറ്റ്സിനും പാരലായിട്ടുള്ള പ്ലെയിൻ സർഫസും വരണം. കാരണം ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അവിടെ ഈയുടെ ഡയറക്ഷൻ, അതിന് പെർപെൻഡിക്കുലറായിട്ടാണല്ലോ ഇക്വിപോട്ടൻഷ്യൽ സർഫസസ് വരേണ്ടത്. ആൻഡ് സോ ഓൺ. ഇനി പ്രാക്ടിക്കലായിട്ട് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് ബോഡിയുടെ സർഫസ് ഇക്വിപോട്ടൻഷ്യൽ സർഫസാണ്. ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്റ്റിംഗ് ബോഡി ഈസ് ഓൾവേസ് ആൻ ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. അതാണ് റിയാലിറ്റിയിൽ നമുക്ക് ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കണം നിർബന്ധമാണ്. ഇക്വിപോട്ടൻഷ്യൽ സർഫസിന് പറയാവുന്ന ഒരു എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയാണ് ഓഫ് ഇറഗുലർ ഷേപ്പ്. ഇത് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഓരോ സർഫസിലെ എല്ലാ പോയിൻറ്റിലും എവിടെ എടുത്താലും പൊട്ടൻഷ്യൽ സെയിമാണ്. അതുകൊണ്ട് തന്നെ ഇക്വിപോട്ടൻഷ്യൽ സർഫസ്, ഈ സർഫസ് തന്നെ ഒരു ഇക്വിപോട്ടൻഷ്യൽ സർഫസാണ്. ഇക്വിപോട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിൻറ്റിലും ഈ കാണാൻ അതാത് പോയിൻറ്റിലെ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഈയുടെ ഡയറക്ഷനായി ഇങ്ങനെ ആൻഡ് സോ ഓൺ. ഇതിനടുത്തെല്ലാം ഇക്വിപോട്ടൻഷ്യൽ സർഫസിന് ഈ ബോഡി സർഫസിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങ് ദൂരോട്ട് പോകും തോറും ഇക്വിപോട്ടൻഷ്യൽ സർഫസ് സ്ഫിയറിൻ്റെ ഷേപ്പിനോട് അടുത്തുകൊണ്ടിരിക്കും. വളരെ ദൂരെയാണെങ്കിൽ ഈ ചാർജ് ബോഡിയെ നമുക്കൊരു പോയിൻ്റ് ചാർജായിട്ട് കാണാൻ പറ്റും. വളരെ ദൂരെ നിന്നൊരു വസ്തുവിനെ നോക്കിയാൽ സൈസ് ചെറുതല്ലേ. അപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പുള്ള കണ്ടക്റ്റിംഗ് ബോഡി എടുത്താൽ അതിൻ്റെ അടുത്തല്ല, ആ സർഫസ് തന്നെ ഒരു ഇക്വിപോട്ടൻഷ്യൽ സർഫസ്, അതിനടുത്തെല്ലാം ആ സർഫസിൻ്റെ ഷേപ്പ് തന്നെ ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. പക്ഷേ ദൂരേക്ക് പോകും, പറട്ടെ റിമോട്ട് റീജിയൻ, ഇക്വിപോട്ടൻഷ്യൽ സർഫസ് വിൽ ബി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. കീപ് ഇറ്റ് ഇൻ മൈൻഡ്. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻ്റാണ്. മാത്രമല്ല ഇക്വിപോട്ടൻഷ്യൽ സർഫസ്, അപ്പോൾ ഏത് മെറ്റൽ ബോഡി കണ്ടക്റ്റിംഗ് ബോഡി എടുത്താലും അതിൻ്റെ സർഫസ് ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇലക്ട്രിക് ലൈൻസ് വരയ്ക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈയുടെ ഡയറക്ഷനെ സൂചിപ്പിക്കാനും കൂടെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു കയറുന്ന ലൈൻസും അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇക്വിപോട്ടൻഷ്യൽ കണ്ടക്റ്റിംഗ് ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ലൈൻസ് ആയാലും കണ്ടക്റ്റിംഗ് ബോഡിയിലേക്ക് വന്നു കയറുന്ന ലൈൻസ് ആയാലും ആ കണ്ടക്റ്റിംഗ് ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതിപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയാണ്, ഇതിനടുത്തൊരു പോയിൻ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. പൊതുവെ പോയിൻ്റ് ചാർജ് എന്നുള്ള ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ സൺറൈസ് പോലെ അകന്നകന്നാകുന്നു. പക്ഷേ ഇതിൻ്റെ പരിസരത്ത് ഇത് വളഞ്ഞു കുത്തി വന്ന്
ഈ കണ്ടക്റ്റിംഗ് സർഫസിനങ്ങ് പെർപെൻഡിക്കുലറായിട്ട് ഇതേ വന്ന് മീറ്റ് ചെയ്യത്തുള്ളൂ. ഇത് നെഗറ്റീവ് ചാർജാണ്, ആരോ തിരിച്ചു കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കണ്ടക്റ്റിംഗ് സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ് അത്തരം സർഫസിൽ നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വന്ന് മീറ്റ് ചെയ്യത്തുള്ളൂ. ഒന്നുകിൽ വന്ന് കയറുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. അത് ചാർജിൻ്റെ സൈൻ അനുസരിച്ച് ഇരിക്കും. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പോസ്റ്റിങ്സിൽ കാണാം. പലരും എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്, ചില ഇന്ന പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ്. എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ പോകുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റൂ. ഇന്നും എനിക്ക് പോസ്റ്റിംഗ് ഇൻബോക്സിൽ വന്നു, എന്നെ പോസ്റ്റ് ഒന്നെടുത്തു. അതെല്ലാം എടുത്തിട്ടുള്ള ധാരാളം പോസ്റ്റിങ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് കാണാൻ താല്പര്യമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.